ഹൈവേ ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു ഓണത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സോ കുഞ്ഞോണം എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, സാധാരണ അതിൽ നമ്മുടെ കൂട്ടത്തിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ കാണാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അർജുൻഭായും ഫാമിലിയും അല്ല ഉണ്ണിച്ചേട്ടനും ഫാമിലിയൊക്കെ. പക്ഷേ ഇക്കൊല്ലം നമുക്ക് അവർ രണ്ടുമില്ല. നിങ്ങൾ പലരും ചോദിക്കാറുള്ള പോലെ നമ്മുടെ അർജുൻഭായ ഫാമിലി ആൽബർട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം 2600 കിലോമീറ്റർ ദൂരെയാണ് ഈ കാൽഗറി അല്ലെ അവർ ഉള്ള ആൽബർട്ട എന്ന് പറയുന്ന സ്ഥലമേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കൊന്നും കാണിക്കാൻ പറ്റാത്തതുമൊക്കെ. അപ്പോൾ ബേസിക്കലി നമ്മുടെ അർജുൻഭായ ഫാമിലി ഇല്ല, അതോടൊപ്പം തന്നെ ഉണ്ണിച്ചേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഒരു മരണം ഈ വർഷം നടന്നിരുന്നതുകൊണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ വെച്ചു. അപ്പം അതുകൊണ്ട് അവരും ഇല്ല. അതുകൂടാതെ നമ്മുടെ ജിത്തു ആൻഡ് പ്രീതി ഫാമിലി അവരാണെങ്കിൽ നാട്ടിൽ വെക്കേഷന് പോയേക്കുക. അപ്പം അതുകൊണ്ട് അവരും ഇല്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ സാധാരണ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരുമില്ല. അതുകൂടാതെ നമ്മളങ്ങനെ വലിയ അസോസിയേഷൻ്റെ ഒന്നും ഭാഗം അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോബബ്ലി ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ലൊക്കേഷൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം നമുക്കങ്ങനെ അസോസിയേഷൻസിൻ്റെ ഒന്നും ഭാഗമാവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവിധ സെലിബ്രേഷൻസും ഈ കഴിഞ്ഞ ഇപ്പോൾ 10 കൊല്ലത്തോളം ആയി കാനഡയിൽ വന്നിട്ട് ഇപ്പോഴും ഈ 3-4-5 ഫാമിലികളുടെ ഇട്ടാവട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കൊല്ലം ശരിക്കും ഓണം വേണോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പിന്നീട് ഞങ്ങൾ എന്തായാലും വിചാരിച്ചു, നമ്മളല്ലേ മലയാളികളല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ പിങ്കിമോനൊക്കെ ആണെങ്കിലും ഓണത്തിൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ മുന്നോട്ടുള്ള അവരുടെ എവിടെ നിന്നാണ് അവർ വന്നത്, എന്താണ് അവരുടെ കൾച്ചർ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം എന്തായാലും ഞങ്ങൾ 3 പേരും തന്നെയാണെങ്കിലും ഒരു ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പം രാവിലെ നമ്മൾ ഓണാഘോഷത്തിൻ്റെ തുടക്കമാണ്. ശരിക്കും തിരുവോണം എല്ലാം കഴിഞ്ഞ് കേട്ടോ. അകത്ത് നമ്മുടെ പിങ്കിമോൻ്റെ വക ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിപ്പിൽ തന്നെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാഴ്ചകളിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് അകത്ത് പോയി വേണ്ട, ഞാൻ പുറത്ത് നിന്ന് ഇൻട്രോ പറയുന്നത് കാരണം അകത്ത് ഇച്ചിരി ലൈറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്ത് പോയി പിങ്കിമാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ എല്ലാം കണ്ട് നമുക്ക് പുറത്ത് പോയി കുറച്ച് പൂക്കളൊക്കെ മേടിക്കാനുണ്ട്. പക്ഷേ വിശേഷങ്ങളൊക്കെ പയ്യെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ക്യാമറ കിട്ടി നിങ്ങളോട് വർത്തമാനം പറയാൻ പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞു തരും. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. ഞാനേ പുറത്ത് നിന്ന് ഇൻട്രോ പറയായിരുന്നു. പിങ്കിമാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയോ? എന്റെ നീനസിന്റെ ഫുൾ ട്രെയിനിങ്ങിലാണ് നമ്മളെ പിങ്കിമാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നത്. ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഭയങ്കര എക്സൈറ്റഡാ. ഹായ്, എന്തായി ബ്രേക്ക്ഫാസ്റ്റ്? We have all the stuff we need set up. I like to think of this as Papa, Mama, Pinky. പൂച്ചക്കപ്പ്. ഇത് മെഷറിംഗ് കപ്പാ. മുറുക്കാൻ കടിച്ചോ? പൊടിയുടെ വേണം. എന്താടാ പിങ്കി പോനെ, ഇടാറായോ? ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചേക്കാണേ പാത്രം. പിങ്കിമാൻ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്ന ആദ്യത്തെ ഫുഡാണ്. എന്നാലും പാനൊക്കെ ചൂടാക്കി ജീവിതത്തിൽ ആദ്യമായി നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന പിള്ളേർ ആദ്യമായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മൈൽ സ്റ്റോൺ അല്ലേ അല്ലേ നീനസേ? ചൂടായിരുന്നോടാ പാന്? We'll just wait for some time so it'll get super hot and it'll start cooking. പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗോതമ്പപ്പം തന്നെയാ ലക്ഷറി. പക്ഷെ ഇതിന് ഇച്ചിരി കൂടെ പൊന്തിയൊക്കെ വരും, മനസ്സിലായോ? കണ്ടോ, നല്ല ലിഫ്റ്റ് കണ്ടോ? ഓക്കെ, just like a cake. പക്ഷേ ഇത് കോൺഫ്ലവർ അല്ലേ? അല്ല, ഗോതമ്പൊടി. ഗോതമ്പൊടി തന്നെ. ഗോതമ്പൊടി
ബേക്കിംഗ് സോഡ, മുട്ട, പാല് ഒക്കെയാ. തിരിച്ചിട്ടോ മോനെ, ആയി കാണും. Yes. താങ്ക് യു. Welcome. ലൈഫിലെ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഗൈസ്. വേണ്ട, നിങ്ങൾ ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്നത് പോലെ ഇതുപോലെ കയ്യിലുണ്ടായിരുന്നതാ. വേണ്ട, ഇപ്പൊ അപ്പം ഉണ്ടാക്കി തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. This one yours or mine? അപ്പൊ നമ്മുടെ പാൻ കേക്ക് കഴിക്കേണ്ടത് വേണ്ട മേപ്പിൾ സിറപ്പ് എന്ന് പറയുന്ന ഒരു സിറപ്പ് ഒഴിച്ചോണ്ടാ കേട്ടോ. നമ്മുടെ പഴവും പാനിയും പോലൊക്കെ. പഴവും പാനിയൊക്കെ പോലെ. അപ്പൊ ഈ മേപ്പിൾ ലീഫ് എന്ന് പറയുന്ന അല്ല, മേപ്പിൾ ട്രീന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ റബ്ബറില് ഇത് വരുന്ന പോലെ, ആ, അപ്പൊ പാല് വരുന്ന പോലെ, ലാറ്റക്സ് വരുന്ന പോലെ തന്നെ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കുന്നതാണ് മേപ്പിൾ ട്രീ. അതായത് കാനഡയുടെ അതേ കൊടി കണ്ടോ, ഇതിന്റെ നടുക്കിരിക്കുന്നത് ഒരു മേപ്പിളിന്റെ ലീഫാ. അപ്പം ഇതിന്റെ ഒരു നാഷണൽ ട്രീ ആണ്. നാഷണൽ ട്രീ അല്ലേ? ആണ്. ട്രീ ആണ് മേപ്പിള്. മേപ്പിള് ഇങ്ങനെ റബ്ബർ വെട്ടുന്ന പോലെ വെട്ടി കളക്ട് ചെയ്യും, അതിന്റെ സാപ്പ് കളക്ട് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യും. അതിനൊരു അത് വെച്ചാൽ വെള്ളത്തുള്ളി പോലെ ഉള്ളൂ. എന്നിട്ട് അത് റെഡ്യൂസ് ചെയ്ത് വരുമ്പോഴാണ് ഈ മേപ്പിൾ സിറപ്പ് ആവുന്നത്. ഓക്കെ, Hope you like it. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം. ഇനൂസ് എന്നാടാ പറഞ്ഞേ? ഈ മേപ്പിൾ സിറപ്പ് പഴത്തിന്റെ കൂടെ കഴിക്കാം, പഴവും പാനിയായിട്ട്. ഓക്കെ, നല്ല നമ്മളെ പഴം കട്ട് ചെയ്ത് ശരിക്കും ഈ പാൻ കേക്കിന്റെ മുകളിൽ ഇന്ന് പഴം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തിടാത്തത് അല്ലേ? അപ്പൊക്കെ ഒരെണ്ണം കൂടെ വേണോ? ആ, വേണം. I'm not sacrificing mine. കൊള്ളാം കേട്ടോ. എന്തു ഇത് ഗോതമ്പ് തന്നെയാന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗോതമ്പൊടി തന്നെ. കാരണം ഇതിന് ഇത്രയും ടെൻഡർനെസ് വരാൻ കാരണം എന്നാ? അപ്പൊ അതിനകത്ത് സെൽഫ് റൈസിങ് ഫ്ലോർ ഉണ്ട്. It's because I made it. അല്ല, കാരണം നമ്മുടെ ഗോതമ്പ് ദോശ സാധാരണ കട്ടിയല്ലേ. നമുക്കിവിടെ ഗോതമ്പൊടി നല്ലല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നത്. സെൽഫ് റൈസിങ് ഫ്ലോർ എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓൾറെഡി ബേക്കിംഗ് പൗഡർ ഉണ്ട് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് മാറ്റം വരുത്തിയേക്കുന്ന ഗോതമ്പൊടിയാ, ജെനുവിൻ ഗോതമ്പൊടിയല്ല. ഗോതമ്പൊടിക്കകത്തും ബേക്കിംഗ് സോഡ ഇട്ടത്. ഓക്കെ, മനസ്സിലായി. സെൽഫ് റൈസിങ്. അപ്പം നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് കട്ടിയും ഇതിന് ഫ്ലഫിനെസ്സും വരാൻ കാരണം എന്താന്നുള്ള ഒരു വലിയ ഡിബേറ്റിന്റെ ഇടയിൽ നമ്മുടെ നീനൂസ് ഒരു സൊല്യൂഷനുമായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. നീ എന്നാ നേരത്തെ പറഞ്ഞേ? പാൻ കേക്ക് ആകുമ്പോഴത്തേക്കും ഗോതമ്പ് പൊടി മാത്രമല്ല, അതിൻ്റെ അകത്ത് പാലും മുട്ടയും ബട്ടറും അതും ഇതും എല്ലാം ഇട്ട് അടിച്ചേക്കുക അല്ലേ? പച്ചവെള്ളം കഴിച്ച ഗോതമ്പൊടിയോട് പൊങ്ങിക്കെന്ന് പറഞ്ഞാൽ അതിനെവിടുന്ന ആരോഗ്യം. അപ്പൊ കുറെ നേരം ഉണ്ട് ചോദിക്കുന്നു, പാൻ കേക്ക് ഇങ്ങനെ പൊങ്ങുന്നു, ഗോതമ്പൊടി പൊങ്ങുന്നു, മറ്റേത് ഗോതമ്പപ്പം പൊങ്ങുന്നില്ലത്. വെള്ളം ഒഴിച്ചിട്ട് പാവത്തിനോട് പൊങ്ങിക്കോന്ന് പറഞ്ഞാൽ അതെന്നാ ചെയ്യാനാ? ശരിയാ, ഗോതമ്പ് ദോശക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയും പച്ചവെള്ളം മാത്രമേ ഉള്ളല്ലോ അല്ലേ? അങ്ങനെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ദോശയും എത്തിയിരിക്കുകയാണ്. താങ്ക് യു പിങ്കി മോൻ. Welcome. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബ് മാത്രം പോരല്ലോ, പ്രോട്ടീനും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ നീനൂസിനെ കൊണ്ട് കുറച്ച് മുട്ടയും കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദിസ് ഈസ് ഓസം. നമുക്കൊരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാം. ആയിക്കോട്ടെ. ഫുഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ പരിപാടിയാണ്. നേരെ അതാണ് നമ്മുടെ പരിപാടി. പൊന്നോ, ഒരു കൂട്ടം പാത്രം ഞാൻ അവിടെ കഴുകി കമത്തേക്ക് വന്നിട്ട് എങ്ങനെ പറ്റുന്നു ബ്രോ? ഇത് ഓടിപ്പോയി സ്റ്റാൻഡ് എടുത്തോണ്ട് വന്ന് നമ്മുടെ പരിപാടിയാണ്. നാട്ടുകാർ ഓർത്ത് ഞാനൊരു ആന മടിച്ചാന്ന്. എങ്ങനെ പറ്റുന്നു ബ്രോ? ഞാൻ ആലോചിക്കായിരുന്നു നൈസായിട്ട് സ്റ്റാൻഡൊക്കെ കൊണ്ടുവരുന്ന എണ്ണാത്തിനാണ്. ഒരു പാത്രം കഴുകും, അതിന്റെ 10,000 ഷോർട്സ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ എപ്പോഴൊക്കെ ഇവിടെ ഉണ്ടായാലും നമ്മളെ ഉണ്ടാവുന്ന രീതിയിൽ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉള്ളപ്പം ഹൗസ് ക്ലീനിങ്, പാത്രം കഴുകുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും വീട്ടില് സഹായിക്കുന്ന ഒരു ഹസ്ബൻഡാണ് ഞാൻ. ആൻഡ് ഐ എം പ്രൗഡ് ഓൺ ദാറ്റ്. Hello. Hi. What can I get for you? Do you have protein latte? Protein latte. So we normally do, but our latte machine's actually down at the moment. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ കുറച്ച് പൂക്കൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാ. സംഭവം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പിങ്കിമോൻ ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ശരിക്കും ഞങ്ങൾ പറമ്പിലിറങ്ങി കുറച്ച് പൂക്കളൊക്കെ പറിക്കാനൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പം പറിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഗിൽറ്റ് അടിച്ചു. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
പയ്യെ ഫോൾ സീസൺ തുടങ്ങാനുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പോലെ പൂക്കളൊന്നും ഇല്ല. പിന്നെ ഉള്ള പൂക്കളും പറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഗിൽറ്റാണ്. കാരണം അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളെല്ലാം പറിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ പൂന്തോട്ടം നശിപ്പിക്കുകയാണല്ലോ നമ്മൾ ഒരു ദിവസത്തെ. മറ്റ് പല കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതാണല്ലോ എന്നുള്ളൊരു തോന്നൽ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്ത് നേരെ ഒത്തിരി പൂക്കളുള്ള ഒരു 2 ചെടിച്ചട്ടി അങ്ങ് മേടിക്കും. എന്നിട്ട് അതിൽ നിന്ന് പൂക്കളാണ് ഈ ജമന്തി പൂവിൻ്റെ ഒക്കെ ടൈപ്പ്, അല്ലെ നമ്മുടെ കൊങ്ങിണിപ്പൂവിൻ്റെ ഒക്കെ ടൈപ്പുള്ള സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ നിറഞ്ഞു വെക്കുക. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ 2 മേടിച്ച് കഴിഞ്ഞാൽ 2 കളറിൽ ഇഷ്ടംപോലെ നമുക്ക് അത്തപ്പൂ ഇടാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പരിപാടി. ആദ്യം പോയി നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ പൂക്കൾ കളക്ട് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട നമ്മളൊരു ടിമോട്ടൻസിൽ നിർത്തിയതാണ്. ഇവിടെ പ്രോട്ടീൻ ലാറ്റെ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് എന്ന് കുറച്ച് നാളായി കേൾക്കുന്നു. പക്ഷേ ഏത് കടയിൽ കയറി നമ്മൾ എപ്പോഴൊക്കെ പ്രോട്ടീൻ ലാറ്റെ പറഞ്ഞാലും അവിടെ എല്ലാം ഒന്നെങ്കിൽ ലാത്തെ മെഷീൻ കേടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പം ഇന്നും ഇവിടെ ഇപ്പോൾ പ്രോട്ടീൻ ലാറ്റ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ സാധനം ലാത്തെ മെഷീൻ ബ്രോക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീനൂസ് ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. നേരത്തെ ഇട്ടിരുന്ന ഞങ്ങൾ പോത്തില്ല. അപ്പോൾ വേണ്ട നമ്മുടെ നീനൂസും പിങ്കിമോനും സാധനം ഓൾറെഡി മേടിച്ച് പുറത്തിറങ്ങുവാണേ. എന്തായി ഗൈസ്, ബനാന ചിപ്സ് കിട്ടിയോ? ബനാന ചിപ്സ് കിട്ടി. യു ആസ്ക് മീ ഫോർ സംതിങ് തിക്ക് ബ്രെഡ് ഫോർ വാട്ട്? ഓ, മറ്റേ ജാപ്പനീസ് സെറ്റപ്പ് ഉണ്ടാക്കുന്നതല്ലേ? So you ask me something, I remember. Okay. അപ്പം വേണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ പൂക്കളുടെ സെക്ഷൻ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ കുറേ ബഡ്സ് ആണ്, ഫ്ലവേഴ്സ് ആയിട്ടില്ല. This is good. What do you think? ഇത് കുഴപ്പമില്ല അല്ലേ? ഇത് ഓക്കെയാണോ? ഇത് കുഴപ്പമില്ല. ഈ നോഫിൾസ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് നമ്മുടെ പൊതുവെയുള്ള ഷോപ്പിംഗ് എല്ലാം നമ്മൾ തീർക്കാറ്. അപ്പോൾ പൂക്കളുടെ ഒരു സെക്ഷനിലുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ പോലെ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ പൊതുവെ കുറവാണ്. അപ്പം അതിൽ നമ്മളത്ര ഹാപ്പി അല്ല. എന്തായാലും ബാക്കിയുള്ള ഷോപ്പിംഗ് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അകത്തെ ചട്ടികളിലെ പൂക്കൾ അത്ര മെച്ചമില്ലാത്തതുകൊണ്ട് അകത്ത് വന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതേണ്ട ഇത് നമ്മുടെ എനിക്ക് മറ്റേ കോഴിക്കുഞ്ഞുങ്ങൾ കളറടിച്ച് വരുന്ന സാധനം പോലെ ഫീൽ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനത്തെ കുറെ പൂക്കള്. $10 ഇത് വರ್ತല്ലടാ. ഗ്രോസറി മേടിച്ചുകൊണ്ടിരിക്കണേണ്ടല്ലോ അത് ഇതിൻ്റെ വില ശ്രദ്ധിച്ചു കേട്ടോ. സീസൺ മാറിയതുകൊണ്ട് വാട്ടർമെലൻ്റെ വില ഉണ്ടോ $8.99. ഈശ്വര, സ്വർണം മേടിക്കാം. അപ്പം ബേസിക് ഷോപ്പിംഗ് എല്ലാം ഇവിടുന്ന് കഴിഞ്ഞു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ പൂക്കൾ ഇവിടുന്ന് മേടിക്കാൻ പറ്റിയില്ല, കാരണം നല്ല പൂക്കളല്ലായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഒരു മിക്കതും ഇന്നത്തെ ആവശ്യത്തിനല്ലേ. അതെ അതെ. അപ്പം അതുകൊണ്ട് പൂക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കടയിലും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി. വേണ്ട ഈ ഒരു പൂക്കടയിലാണ് ഇപ്പം നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കൊലകുത്തി കിടക്കുന്നു. നമുക്ക് നോക്കാം. എടാ ഇത് കുഴപ്പമില്ല നീനൂസ്, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഒരു ചട്ടി മേടിച്ച് അതിൻ്റെ അകത്ത് തന്നെ പല കളറുണ്ട്. അതെ യാ, പക്ഷെ അതെല്ലാം സോൾഡാ ഉണ്ടോ? ഒരു ടാഗ് വെച്ചിട്ടുണ്ട് പോർട്ട് സോൾഡ് എന്നുള്ള. ഓ, പോർട്ട് സോൾഡ് സെപ്പറേറ്റ്ലി യാ. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട ഈ മൾട്ടിപ്പിൾ സാധനങ്ങളുള്ള ഒരൊറ്റ ചട്ടി മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാകുമ്പോൾ ഒരു പടിക്ക് 3 പക്ഷി. അപ്പോൾ അങ്ങനെ നമ്മൾ പൂക്കളും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് വീടെത്തി. പൂക്കൾ മാത്രമല്ല, നിങ്ങൾ കണ്ടോലെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, നീനൂസ് ഇന്നലെ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് 2 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ചെറിയ മോൺട്രിയലോട്ടൊക്കെ പോയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത്, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട വന്നത്. എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് പോയി ഡ്രസ്സെല്ലാം മാറ്റി ഓണക്കോടിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ തുടങ്ങാം. ചില ഗെയിംസുകളൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളാകെ 2-3 പേരല്ലേ ഉള്ളൂ. അപ്പം ഓണാഘോഷം അല്ലെ ഓണക്കളികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ചുറ്റുംപുറമൊക്കെ ആൾക്കാരൊക്കെ നിന്ന് കുറച്ച് ആഘോഷവും ഓളമൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിൻ്റെതായ ഒരു പകിട്ട് വരുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അതൊക്കെ നമുക്ക് വഴിയെ തന്നെ കാണാം. നമുക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. പതിവ് പോലെ എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ആദ്യം തയ്യാറാവുന്ന ആണുങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ തന്നെ റെഡിയായി മുണ്ടെല്ലാം ഉടുത്ത് നമ്മുടെ ഓണം ഉടുപ്പുകളൊക്കെ ഇട്ട് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്ന് നിൽക്കുവാണ്. പതിവ് പോലെ ഞാൻ ഷർട്ടെടുത്ത് വെച്ചു, മുണ്ടെടുത്ത് വെച്ചു, കൊച്ചിനെ ഒരുക്കി, കൊച്ചിനെ കുളിപ്പിച്ച് ഞാൻ കുളിപ്പിച്ചു. പിന്നെ ഇക്കൊല്ലത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലാനുകളാണ്, വേറൊന്നുമല്ല. അപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഈ ഒരു സെറ്റപ്പ്, ഈ ചെറിയൊരു ഓണപ്പൂക്കളമൊക്കെ ഇട്ട് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മളിരുന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാന്നുള്ള ആ പ്ലാന്. ഒന്നൂടെ ബാക്കിലേക്ക് വിടുക. ഹാപ്പി ഓണം. എന്തായാലും കടയിൽ നിന്ന് മേടിച്ച് കൂടാതെ വേണ്ട വന്ന വഴിക്ക് കുറച്ച് പോച്ചയും പുല്ലൊക്കെ നമുക്ക് പറിക്കേണ്ട വന്നു കേട്ടോ. എന്നാ ചെയ്യുന്നേ കാര്യം, അതെല്ലാം എൻ്റെ ആദർശങ്ങൾക്കെതിരായിരുന്നു എന്നുണ്ടെങ്കിലും ഫാമിലിയുടെ ആവശ്യങ്ങൾ കൂടി നമ്മുടെ ഒരു കുടുംബജീവിതം ആകുമ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് വേണ്ട നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ പാർക്കിൽ നിന്ന് പറിച്ചതാണ്. വേണ്ട കുറച്ച് ഈ പറയുന്ന പോലെ നമ്മുടെ ചെറിയ പോച്ചയും പുല്ലൊക്കെ. പിങ്കിമോനെ ഈ പാട്ടറിയാവോ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓൾ ഹ്യൂമൻ ബീങ്സ് വെർ ട്രീറ്റഡ് ഈക്വലി, വെർ ഹാപ്പി. എന്റെ ഡയമണ്ട് റിങ്സ് കാരണം ഉണ്ടല്ലോ പപ്പ അങ്ങ് പറിക്കാൻ പറ്റുന്നില്ല. പൂവായിട്ടാണോ അപ്പ വെക്കുന്നത്? പൂക്കളായിട്ട്. മുട്ട് പറിക്കല്ലോ കേട്ടോ. ചക്കര വെള്ളം മുഴുവൻ പറിച്ചു മഞ്ഞ പൊറിച്ച് വിടാം. ഓക്കെ, ഈ വേസ്റ്റ് ഉള്ളതൊക്കെ ഒരുമിച്ച് മാറ്റി വെച്ചോട്ടോ. ചക്കര, why we celebrate Onam? What is the whole story behind Onam? I remember Amachi told me once. It's about this Hindu king. Okay. I don't remember the whole part of it. I only remember some bits. Okay. അറിയാമെന്നൊന്ന് പറഞ്ഞു നോക്കട്ടോ, അല്ലേ ബാക്കി അമ്മ പറഞ്ഞുതരാം. ഇന്നപ്പം അമ്മച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബാക്കി അമ്മ പപ്പയും പറഞ്ഞുതരാം. Where should I place the third step to the king? King always keep the word, right? Yeah. Because he's a righteous king. What did he do? He said the third step can be on my head. Yeah. And the god pushed him down to underworld. പാതാളം. എന്നാ മാവേലി ആര്? സാഗർ എലിയസ് ജാക്കിയോ? അണ്ടർവേൾഡിലേക്ക് പുഷ് ചെയ്ത് വിടാൻ. പിന്നെ ആ പാതാളത്തിന് തന്നെ ഇംഗ്ലീഷ് പറയുന്നേ അണ്ടർഗ്രൗണ്ട്. സോറി, അണ്ടർവേൾഡ് അല്ല, അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ഒരു തെറ്റ് ആർക്കും പറ്റത്തില്ല. ഏത് പോലീസിന് നശിപ്പിക്കോ ആൾക്കാരുടെ മുമ്പ് ഇട്ട് കീറുവോ? ഈ മൊത്തം കഥയിൽ ആ പാകെ വരുള്ളൂ. എന്ത് വാങ്ങാത്തില്ല. ആ ഒരു കറക്ഷൻ തന്നെയാടാ എനിക്കും പറയാനുള്ളത്. അതിൻ്റെ അത് ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ട് പിങ്കിമാനെ. അത് ഹിന്ദു കിങ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ മലയാളികളെല്ലാവരും അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ റിലീജിയന്റെ അടിസ്ഥാനത്തിലോ കാസ്റ്റിന്റെ ഇപ്പൊ ബേസിക്കലി ഇറ്റ്സ് എ മിത്ത്. ഓക്കെ, അപ്പം അന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപോലെ ആ രാജാവിന്റെ കീഴിൽ വളരുക എന്ന് പറയുമ്പോൾ ദർ വാസ് നോ റിലീജിയൻ. സെപ്പറേറ്റ് റിലീജിയനും ഉണ്ടായിരുന്നില്ല, സെപ്പറേറ്റ് കാസ്റ്റും ഉണ്ടായിരുന്നില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ആ മഹാബലി എന്ന് പറയുന്ന കിങ് നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു കിങ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അന്നത്തെ കാലത്ത് കേരളത്തിൽ നല്ല പ്രോബ്ലി നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുയിസം ആണ് എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ സ്റ്റോറിയാ. സിന്ധു നദീതടത്തിന് ഹിന്ദു കൾച്ചറിന്റെ പേര്. ഓക്കെ, ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റ വീഡിയോയിൽ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. ഓക്കെ, സോ
നാട്ടുകാർ മുഴുവൻ എന്നെ നേഴ്സാണോ മണ്ടത്തിയാണോ മങ്ങാത്തലിയാണോ? ഹിന്ദുസ്ഥാൻ എന്നുള്ളത് അത് സിന്ധു നദീതയുടെ സംസ്കാരത്തിന്റെ ഇതാണ് ഇത്, അല്ലാതെ ഹിന്ദുക്കളുള്ളതുകൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹിന്ദു കിങ് നോക്കിയാടാ പിങ്കുവാനെ. അപ്പൊ നമുക്ക് ഹിന്ദു കിങ് എന്ന് പറയണ്ട, ഹി വാസ് അവർ റൂളർ. നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും അടിപൊളി കിങ് ആയിരുന്നു മാവേലി. ഓക്കെ, അപ്പൊ എന്തായാലും ഓണക്കഥകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പയ്യെ അത്തപ്പൂ ഇടാൻ വേണ്ടിട്ട് തുടങ്ങാം. അപ്പോൾ വേണ്ട ഒരു സൈഡിൽ കൂടെ നമ്മുടെ പൂക്കളം സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി പോയി ഇച്ചിരി അരി ഇട്ടു. കാരണം നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ നമ്മുടെ ചോറാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് ചെറിയ ഓണമല്ലേ, നമ്മളെ മാത്രമല്ലേ ഉള്ളൂ. അതെ, അതുകൊണ്ട് വേണ്ട നമ്മുടെ മലയാളിക്കട ഷോപ്പിങ്ങിന് പോയപ്പോൾ നീനൂസ് മേടിച്ചുകൊണ്ട് വന്നതാണ്. വേണ്ട ഈ ഒതൻറ്റിക് വെജിറ്റേറിയൻ ഫീസ്റ്റ് ഓഫ് കേരള 2 ഫ്രോസൺ ഓണാഘോഷത്തിൻ്റെ സെറ്റപ്പുകൾ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ സദ്യ ഈ ഒരു സാധനമായിരിക്കും നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി അവർ പറഞ്ഞേക്കുന്ന കറികളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൈസ് മാത്രം സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാമെന്ന്, ഇലയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാം. കോല് പറിച്ച് താണ്ട ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, അതിൽ നിന്ന് മാത്രം എടുത്തിട്ട്. ഞാൻ പറിച്ചു കൊടുത്തോളാം കുഞ്ഞിന്. പപ്പ ഇട്ടോ. എന്താ ഗെയിംസിന്റെ പരിപാടി? The dot on her forehead. Dot on the forehead. Dot on the forehead. എടാ എനിക്ക് തോന്നുന്നു കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ നമുക്ക് വെക്കാം. അത് നമുക്ക് നല്ല കോമ്പറ്റീഷൻ ആയിട്ട് 3 പേർക്കും ചെയ്യാൻ പറ്റും. അതൊക്കെ കണ്ടോ കളി. ഒരു സൈഡിൽ കൂടെ നമ്മുടെ ചോറ് തിളച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പപ്പടവും കൂടെ കാച്ചണം തോന്നുന്നു അല്ലേടി? പപ്പടവും മുളകും അത് കാച്ചണമായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും പപ്പടം കൂടുതൽ ഇഷ്ടമല്ലേ. ഒരു പപ്പടം ഒക്കെ പോരല്ലോ. ഓണം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പപ്പടം ഇല്ല എന്തോന്നാ. It's fun to see which way they will grow or like expand, you know? ഒരു വറക്കുന്ന മുളകില്ലേ. Oh, a bubble came. ഒരു സൈഡിൽ കൂടെ കുക്കിംഗ് എല്ലാം നടക്കുന്നുണ്ട്. എൻ്റെ പപ്പടം എല്ലാം റെഡിയായി. അപ്പോൾ ഇത്രയും നേരമായിട്ടും ആഘോഷ പരിപാടിക്ക് ഒരു മൂഡ് വന്നിട്ടില്ല. എന്നാൽ പിന്നെ 2 എണ്ണം ഒഴിക്കാമെന്ന് വിചാരിച്ചു. മൂഡ് വരുന്നത് മാത്രമല്ല, മാത്തുക്കുട്ടി ഡയറ്റ് ആകുന്നുണ്ട്. മതിൽപിടുത്തം തുടങ്ങിയെന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞു ഞാനിങ്ങനെ ശരിയാണ് എന്ന് പറഞ്ഞ ഇപ്പൊ സമയം വൈകിട്ട് 5 മണിയായി വൈകുന്നേരം. അപ്പൊ ഇതുവരെ ഞങ്ങൾ സദ്യ കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഊഹിക്കാവല്ലോ, വിശപ്പും ഉണ്ട്. അത് അവരുടെ ബ്രാൻഡിലാണ് ഒരു പൈസ. സ്ട്രോബെറി എല്ലാം ഉണ്ടോ എങ്ങനെ? ഗ്രേപ്സ് ഉണ്ട് പപ്പ. വേണ്ട പപ്പ, നോക്കിക്കേ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടോ നല്ല സെറ്റ് ആയിട്ട്. ഓക്കെ, അപ്പം ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണം കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചെറിയ വോഡ്ക ഉണ്ട്, അബ്സല്യൂട്ടിന്റെ വാട്ടർമെലൺ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു നാടൻ സാധനം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നാടൻ സാധനം സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യങ്ങളിലെല്ലാം ഈ സാധനം ലീഗലാണ്. പ്രോപ്പറായിട്ട് അതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജും എല്ലാം പ്രോപ്പർ ഈതൈനാണോ മീതൈനാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ടാണ് ഓരോരുത്തരും വീടുകളിൽ ഇതുപോലെ നാടൻ സാധനം ഉണ്ടാക്കുന്നത്. ഒരു നാടൻ സാധനം ആദ്യത്തെ ഡ്രിങ്കും വെറും വയറായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ആയി കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇച്ചിരി ലൈം ജ്യൂസ് ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം ഒരു ഇച്ചിരി വെള്ളം കൂടെ. അടിപൊളി. അപ്പൊ അടിപൊളി. ഇത് കൊണ്ടാട്ടം മുളകല്ലേ, സുന്ദരിയല്ലേ. നമുക്ക് ആദ്യം മറ്റേ നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കളിച്ചാലോ? ശരിക്കും ഇപ്പോഴാണ് ഓണം മൂടൊന്ന് ഓണായത് കേട്ടോ. അതിൻ്റെ ടച്ചിങ്സിന് നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി ബനാന ചിപ്സ് ഒരു സൈഡിൽ കൂടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രോസൺ സെറ്റപ്പിൻ്റെ ഇല ഉണ്ടോ, സാധാരണ ഇതിൽ ഒരിക്കലും നമ്മൾ ഈ പേപ്പർ ഇല നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതാണ്. നമ്മളെപ്പോഴും ഒറിജിനൽ ഇല തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ ഏറ്റവും സിമ്പിളാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ആ ഒരു അതൊക്കെ നേരത്തെ പറഞ്ഞോ, നമ്മുടെ ആ ഒരു ഫ്രോസൺ
സെറ്റപ്പിൻ്റെ കൂടെ വന്ന പേപ്പർ അലകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗെയിംസിന് റെഡിയാണോ? ആദ്യം തന്നെ നമുക്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ. ഈ ഗെയിം കളിക്കുന്നത് കുപ്പിക്ക് പകരം നമ്മൾ വേണ്ട 3 കപ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ 3 കപ്പുകൾ എന്ന് പറഞ്ഞാൽ വേണ്ട 2 എണ്ണം വലിയ കപ്പുകളും 1 എണ്ണം പിങ്കിമോൻ്റെ കപ്പും. കാരണം പിങ്കിമോൻ്റെ കുഞ്ഞിക്കൈയാണല്ലോ. നമ്മൾ വേണ്ട ഈ നമ്മുടെ ഫയർ പിറ്റിൻ്റെ അപ്പുറം വെച്ചിരിക്കുന്ന ബക്കറ്റിൽ നിന്നും വെള്ളം നിറച്ചുകൊണ്ട് വന്ന് കയ്യിൽ നിറച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കണം. ഉടുപ്പൊക്കെ നിറയാൻ നനയ്ക്കാന്നുള്ള അവനവൻ്റെ മിടുക്ക്. ഓക്കെ, കൈയും വായും ഒക്കെ ഉപയോഗിക്കാം. കയ്യും വായും തുപ്പിയിടാനൊന്നും പറ്റൊന്നുമില്ല. ആൾക്കാർ പറയും വോഡ്ക അടിച്ചിട്ട് കച്ചറായിരുന്നു. ശരിക്കും നീ ഒന്നും അടിച്ചിട്ടില്ല, നിന്റെ ഇത് നോർമലാന്നുള്ള അവർക്ക് അറിയില്ലല്ലോ. എൻ്റെ ഇവള് ശരിക്കും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ 2ാമത്തെ ഡ്രിങ്ക് ആയെന്നുള്ളൂ. അപ്പം അതൊന്നും അങ്ങനെയല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ലൂസാ. എനിക്ക് വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇച്ചിരി ഓവറാണ് എക്സ്പ്രഷൻസിനെല്ലാം. പരിചയമില്ലാത്തവർക്ക് അങ്ങനെ തോന്നും, ഈ ചേച്ചി ഇച്ചിരി ഓവറാണോ എക്സ്പ്രഷൻസ് ഒക്കെ. പക്ഷെ ഇവളുടെ നോർമൽ ഇതാണ്. ശരിക്കും സംഭവത്തിൽ എന്നാന്ന് വെച്ചാൽ ഞാനെല്ലാം ഇച്ചിരി റിസർവ് ആയിട്ട് നിന്ന് ടൈറ്റായി നിന്ന് ഇച്ചിരി വെള്ളം കൊടുത്തില്ലെങ്കിൽ ലൂസ് ആക്കിയില്ലേ. നമ്മുടെ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ശരിക്കും ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഞാൻ. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞാനിന്ന് ഒതുങ്ങി നിന്ന് ഞാൻ അവിടെ ഉണ്ടെന്ന് ആരും അറിയാൻ താല്പര്യപ്പെടാത്ത ഒരു സ്വഭാവം. പക്ഷേ എനിക്ക് ഇവിടെ കാണാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഉണ്ടായ കാരണം അത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും 2 ഓപ്പോസിറ്റ് ഇതെന്നുള്ളത്. അപ്പം നമ്മുടെ കഴിഞ്ഞ ടൊറൻറ്റോ വീഡിയോക്കകത്ത് ഒരാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇച്ചിരി എക്സ്പ്രഷൻസ് ഒക്കെ ഓവറാണോ, നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ നോർമലാണ് കേട്ടോ. നീ കാണാത്തത് നന്നായി. പക്ഷെ അതൊക്കെ ഞങ്ങൾ 100%, അതും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാമല്ലോ, നമ്മളൊന്നും ഫേക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇന്നല്ല നാളെ അതല്ല സത്യം എന്താണ് അല്ല ഫേക്ക് എന്താണെന്നുള്ളത് കണ്ടെത്തപ്പെടും എന്നുള്ളതിൻ്റെ 100% അറിവുള്ളവരാണ് നമ്മൾ. അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം 100% ജെനുവിനാണ്. അപ്പം ഞങ്ങൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് നോർമൽ. അപ്പോൾ എവിടെയും ഓവർ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും എന്നോട് ചോദിക്കാറുണ്ട് 2 എണ്ണം അടിച്ചിട്ടുണ്ടോന്ന്. ഇല്ല, ഞാൻ എനിക്കാണെങ്കിൽ നമ്മുടെ ജോമറ്റ് വായിക്ക് ഇപ്പൊ ചെറിയ സംശയമുണ്ട്. നീ പുള്ളിയോട് സംസാരിക്കുമ്പോൾ കാരണം നമ്മൾ നേരിട്ട് പരിചയമില്ലല്ലോ. അപ്പം ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത്രയും ഔട്ടായിട്ട് സംസാരിക്കുന്ന ഒരാള് ഞാൻ ഫുൾ ടൈം വെള്ളത്തിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഗെയിംസിലേക്ക് പോകാം. റെഡി? അപ്പൊ ഗൈസ് വേണ്ട, ഇത് നീനൂസിന്റെ കപ്പ്, ഇത് എന്റെ കപ്പ്, ഇത് പിങ്കിമോന്റെ കപ്പ്. ആരെ ഗൈസ് റെഡി? ഈ വജ്രം മോതിരമൊക്കെ ഇട്ടാ വെള്ളം ഇതിനകത്ത് കൊള്ളൂല. ഞാൻ ഊരി വെക്കുവാണ്. ഞാൻ വാച്ച് ഊരി വെച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ചെയ്താലോ? 1 2 3 ഗോ സ്റ്റാർട്ട്. എന്റെ തുളുമ്പി തുളുമ്പിന്നതേ കൊടുത്ത് തുളുമ്പാൻ പറ്റൂല. ഞാൻ ജയിച്ചു. ഓക്കെ സെക്കൻഡ് തുളുമ്പി. ഇപ്പൊ സെക്കൻഡ് എന്റെ തുളുമ്പി കേട്ടോ. തുളുമ്പിയല്ലേ? എന്റെ ആദ്യം തുളുമ്പി. അല്ല ഇത് തുളുമ്പിയോ? ഞാൻ ചെറിയ ചെടി ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഇവള് ചതി ചെയ്തത് ക്യാമറക്കകത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളവരും പുള്ളിക്കാർക്ക് മനസ്സിലായില്ല. ഏത് കളി കളിച്ചാലും ഇതുപോലെയാണ്. ശരിക്കും ഞാൻ ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷെ ഞാൻ ജയിച്ചില്ല ബ്രോ. ഞാൻ പിങ്കിക്ക് ഇച്ചിരി കൊടുത്തു. പിങ്കിക്ക് കൊടുത്തിട്ടുണ്ടാണ്ട് കപ്പിന്റെ അവസാനം നോക്കിക്കേ. ഇപ്പൊ ആസ് ഓഫ് നൗ വിന്നർ ആയിട്ട് ഫസ്റ്റ് നീനയാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ കപ്പിന്റെ അകത്ത് തട്ടിക്കളഞ്ഞിട്ടുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാ. ഓക്കെ, പിങ്കിമാന്റെ കപ്പ് ഇടയ്ക്ക് മറിഞ്ഞു പോയി. എന്റെ കപ്പ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ ടോട്ടലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നീന, സെക്കൻഡ് ഞാൻ, പിങ്കിമോൻ ലാസ്റ്റ്. ഇന്ന് സിനിമ കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പ. അത് കഴിഞ്ഞേച്ച് ബിരിയാണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മാനം ഡെസേർട്ടാ. ബ്രോ മുഴുവൻ അങ്ങോട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാരിയൊക്കെ ഉള്ളതുകൊണ്ട് മുണ്ടഴിഞ്ഞു പോയതിന്റെ ഇടയ്ക്കൂടെ ഞാൻ മുടിക്കൊണ്ടിരുന്നത്. രണ്ടും കൽപ്പിച്ച്. പിങ്കിമോൻ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? It was bad because my cup fell. How is that fair? ഇന്നത്തെ നമ്മുടെ 2ാമത്തെ ഗെയിം ആയിട്ടുള്ള വടംവലിയിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. വടംവലിയുടെ റൂൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവരാണ്. എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഗേൾ പവർ. ഞാനും പിങ്കി ഒരു ടീം, പപ്പ ഒറ്റ ടീം. അപ്പം ഇവര് 2 ലേഡീസും കൂടെ ഒരു സൈഡിൽ കൂടെ വരാൻ പോവാ കേട്ടോ. എങ്ങനെയാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. തൂത്തുവാരും പിന്നല്ല ഉറപ്പായി. 2 കൽപ്പിച്ച് ഓണത്തിന്റെ ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചുമ്മാ തല വെച്ച് കൊടുത്തേക്കാം.
വേണ്ട നമ്മൾ ഗ്രാസിൻ്റെ അകത്താണ് വലിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ സ്ട്രാറ്റജിക് ആയിട്ട് വലിച്ചാലും ചിലപ്പം കാല് തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ തന്നെ കുറ്റം പറയരുത്. ഞാൻ തോക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഗ്യാരണ്ടി പറയാം. അതെ, ഈ സൈഡ് ഞാൻ എടുത്തോട്ടെ, നിങ്ങൾ രണ്ടുപേരില്ലേ? ഗായ്സ് കമോൺ, എനിക്ക് ഈ സൈഡ് താ. വേണ്ട, ചെരിഞ്ഞ സ്പോട്ട് കറക്റ്റായിട്ട് എടുത്ത് രണ്ടുപേരും നിൽക്കുകയാണോ? നമുക്ക് മൊത്തത്തിൽ മൂഞ്ചലാണ് ഗായ്സ്, അടവടല മൂഞ്ചൽ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ചുമ്മാ കിട്ടോ. ഗായ്സ് റെഡിയാണോ? എടാ പിങ്കുമോനെ കൈ വേന എടുക്കും, അത് അതിൻ്റെ അടിയിൽ കൂടെ പിടി. അങ്ങനെ ചുറ്റി പിടിക്കില്ല. ഓക്കെ, അങ്ങനെ പിടിക്കാവുള്ളൂ. രണ്ടുപേരും ടൈറ്റായിട്ട് നിൽക്ക്. ഓക്കെ, റെഡിയാണോ? അപ്പൊ ആദ്യത്തെ വലി നോക്കാൻ വേണ്ടി തയ്യാറായി. നമുക്ക് ഒറ്റയ്ക്ക് ഒരു സൈഡിൽ നിന്ന് വലിക്കാൻ കഴിയും. ചത്താലും നമ്മൾ വീഡിയോ തരാം. നോക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ വടംവലിയുടെ അവസാനം പ്രതീക്ഷിച്ച പോലെ തന്നെ അവര് ജയിച്ചിരിക്കുകയാണ്. കളിച്ച് 6 മണിയായി. കുറച്ച് ഉപ്പേരിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലുവാ. സുന്ദരിക്ക് പൊട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ള സുന്ദരീനെ വരയ്ക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സ്കെച്ച് പേന തെളിയുന്നില്ല കേട്ടോ. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഓർക്കുന്നുണ്ടോ ഗൈസ്? പിങ്കുമോൻ തൻ്റെ വെള്ളത്തിൽ മുക്കി സാധനം ഏത് കാനഡ എന്നുണ്ടല്ലോ, സ്കെച്ച് പേന തെളിയുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. റെഡി? ഓക്കെ. വാവ്, അത് ശരിയാണല്ലോ, തെളിയുന്നുണ്ടല്ലോ, കൊള്ളാം. നമ്മൾ ഫിനാൻഷ്യലി ഉണ്ടല്ലോ പിള്ളേരെ എങ്ങനെ നിലനിർത്താൻ പഠിക്കണം. വെള്ളം മുക്കി സ്കെച്ച് വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ ബേസ് ലെവലിലേ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സുന്ദരിക്ക് പൊട്ട് കുത്താൻ വേണ്ടിയിട്ട് ഇവര് വീണ്ടും നമ്മളെ ഏൽപ്പിച്ച് ആദ്യം തന്നെ വിട്ടേക്കുവാണ്. ഞാൻ എങ്ങനെയാലും എവിടെയെങ്കിലും കുത്തിയ ഇവര് രണ്ടുപേരും കൂടെ സ്ട്രാറ്റജിക്കലി അതിനേക്കാളും അടുത്ത് കുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഓക്കെ, എന്നാലും ഓണമൊക്കെ അല്ലേ, നമുക്ക് നിന്ന് കൊടുത്തേക്കാം. അബദ്ധത്തിൽ ഇവക്ക് ഇച്ചിരി ഉത്സാഹം കുറവാന്ന് ഞാൻ പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് വേണ്ട, സുന്ദരിക്ക് പൊട്ട് കുത്താൻ ഇതാണ് ഇവര്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ കേട്ടോ. തൊട്ട് നോക്കാൻ പറ്റത്തില്ല, അളവെടുക്കാൻ പറ്റൂല. കള്ളക്കളി കളിക്കുന്ന മാത്തുക്കുട്ടീനെ കണ്ടോ? അളവെടുക്കുക. ഒരളവുമില്ല. നമുക്ക് വട്ടം കറക്കി വിട്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അറിയണ്ടേ. നാടൻ അടിച്ചാൽ തോന്നുന്നു, ആട്ടമുണ്ട് ചെറിയ. കറക്റ്റ്. പേപ്പറിൽ ഒരു പ്രാവശ്യം തൊടാൻ പറ്റുള്ളൂ. ഓക്കെ, പേപ്പറിൽ ഒരു പ്രാവശ്യം തൊടാൻ പറ്റുള്ളൂ. ഇവള് തന്നെ ഇതെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണം കേട്ടോ. അമ്മ മോള് എത്രമാത്രം കള്ളക്കളിയാന്ന് നോക്ക് കൈ. എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്തോ? ഇനി പിങ്കോൻ തോറ്റ്. ഇനി ചക്കര എവിടെ കുത്തും? മമ്മ പുറത്താ. ഓക്കെ, നേരെ പൊക്കും. കുത്തിക്കോ. കറക്റ്റാ. അമ്മയുടെ സൗണ്ടിന്റെ അടുത്തോട്ട് വാ. കറക്റ്റാ. പോരട്ടെ. അമ്മയുടെ സൗണ്ടിനടുത്ത് കുത്തിക്കോ. കുറച്ചുകൂടെ പോരട്ടെ. കുത്ത്. ഇച്ചിരിയുടെ മുകളില് കണ്ടോ? താഴോട്ട്. ഇമ്മാതിരി കളിയാണ് ഇവര് കളിക്കുന്നത്. ഇച്ചിരി ലെഫ്റ്റ്. മമ്മയുടെ അടുത്തോട്ട്. ഇച്ചിരിയുടെ കുത്തിക്കോ. ആദ്യം കഴിച്ച കുറെ പപ്പടം ഞങ്ങള് ടച്ചിങ്സ് ആയിട്ട് ഞാനും പിങ്കിമോനും കൂടെ തീർത്ത് കൊണ്ട് തേണ്ട കുറച്ചുകൂടെ പപ്പടം ചുടുവാണ് സന്ധ്യക്ക് മുമ്പ്. പിങ്കിമോന്റെ ഒക്കെ വായിൽ ഏതാണ്ട് ഉപ്പേരിയൊക്കെ ഇങ്ങനെ കിടക്കും അങ്ങോട്ട്. വാ വിളിച്ചടാ. എന്നാ ഐസാണോ? ഓ അടിപൊളി. അപ്പൊ നമ്മുടെ സദ്യയുടെ വട്ടങ്ങൾ തേണ്ട പിങ്കിമോനും നീനൂസും കൂടെ ഒരു സൈഡിൽ നിന്ന് എല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഗൈസ് ഞാൻ പയ്യെ ഒരു സൈഡിലേക്ക് ഇരുന്ന് കേട്ടോ. ഇതെന്നാടാ പിങ്കിമോനെ?
ചക്ക ഉപ്പേരിയോ? ജാക്ക് ഫ്രൂട്ട് ഫ്രൈ എന്ന് പറയാം, ബനാന ഫ്രൈ പോലെ. അല്ല, ഇത് പാത്രത്തിലിടാനല്ലേ? എടുത്തെടുത്ത് കഴിച്ചോണ്ടിരിക്കുക ഒരാള്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓർമ്മ ഞാൻ നോക്കട്ടെ. താടാ, ഓരോന്നിലും എല്ലാത്തിലും വെക്ക്. നല്ല രുചിയുണ്ട്. ഇത് അടിപൊളിയാട്ടോ. അത് ഫ്രൈഡ് അല്ല കേട്ടോ, എയർ ഫ്രൈഡാ. എടാ, ഇത് പഴുത്ത സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോടാ. ഓരോന്നും എല്ലായിടത്തും വെക്കും പോലെ 1-2 വെച്ച്. പഴുത്ത ചക്കയുടെ ഫ്രൈ കിഡില്ലൻ സാധനം. ഫ്രൈ അല്ല, ഡീഹൈഡ്രേറ്റ് ചെയ്തേക്കുവാ. ഓക്കെ, എണ്ണയില്ലാതെ ഉണക്കിയെടുത്തേക്കുവാ. നമ്മുടെ കേരളത്തിന്റെ തനതായ മുറിച്ച ഉപ്പേരി. എന്നാ പേര്? കായുപ്പേരി, കായ് ഇങ്ങനെ മുറിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ബനാന ഉപ്പേരി 2 വന്നു. നമ്മളൊരെണ്ണം വാങ്ങിച്ചത് ഇതിനകത്ത് വന്നതും അവരെ. ഓക്കെ, ഇതെന്നാടാ പിങ്കി മോനെ? എന്താ? ഓക്കെ, 3 കൂട്ടുകറികളാ അല്ലടാ? കൂട്ടുകറിയല്ല, ഒഴിച്ചുകറി. ഓക്കെ, ഒഴിച്ചുകറി. നീനുസേ, ഡി എമൗണ്ട് കുറവാണേലും ഉണ്ടല്ലോ, കിഡില രുചിയാട്ടോ അത്. സാധനം ഉണ്ടല്ലോ, എനിക്ക് ഒടുക്കത്തെ ഇതായിട്ട് ഫീൽ ചെയ്തു. എല്ലാത്തിനും നല്ല രുചിയാ, പറയാതിരിക്കാൻ പറ്റും. ചോറ് മാത്രം വെച്ചാൽ മതി. നമ്മൾ ഈ പുറത്തുള്ള സ്ഥലത്തൊക്കെ 3 പേർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാ. നല്ല രുചിയായിട്ട് ഒതന്റിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കഴിക്കണം ഓണത്തിന്. ഇത് പരിപ്പിച്ചിരി ഒരു സൈഡ്. അതും പപ്പടം കൂടെ ആദ്യം കഴിക്കും. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട്, ഇച്ചിരി താമസിച്ചു പോയെന്ന് അറിയാം, എന്നാലും നമ്മുടെ ഒരു കുഞ്ഞ് ഫാമിലിയുടെ ഓണാശംസകൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മളെ ഫീസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഓണസദ്യയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കഴിച്ചാലോ? എന്നാ എല്ലാവരുടെയും ഓണമൊക്കെ കഴിഞ്ഞു. ഇതിലുമൊക്കെ അടിപൊളിയായിട്ട് നല്ല സദ്യ എല്ലാരും കഴിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ ഓണം ഇപ്പോൾ ആയതുകൊണ്ട് നമ്മളെക്കാളും നന്നായിട്ട് എല്ലാരും സന്തോഷമായിട്ട് ഓണം എല്ലാരും ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ ഓണത്തിന് ഭാഗവാക്കും, എന്താ പറയുന്നത്, കൂട്ടാകും. അതെ, നമ്മുടെ ഓണത്തിലേക്ക് വന്ന് പങ്കെടുക്കാം. ഓക്കെ. Bellissimo!